Welcome to the Meta Arts Mastery Course. It's me, Midun, Google Certified Digital Marketer. ഈ ഒരു മെറ്റ ആർട്സ് മാസ്റ്ററി കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സക്സസ്ഫുൾ ആസ് വെൽ ആസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആഡ് ക്യാമ്പയിനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അത് ലോഞ്ച് ചെയ്യുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പേഴ്സണലി മാനേജ് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് ഗൂഗിൾ ആസ് വെൽ ആസ് ഫേസ്ബുക്ക് ആഡ് ക്യാമ്പയിനുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അത് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി 3 ടൈപ്പ് ആൾക്കാരായിരിക്കും. ഒന്ന് ബിസിനസ് ഓണേഴ്സ്, രണ്ടാമെന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രൊഫഷണൽസ്, മൂന്നെന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലേക്ക് പഠിക്കാൻ വന്നിട്ടുള്ള പുതിയതായിട്ടുള്ള കുട്ടികളായിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് ഈ പറയുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പയിൻ കാണുന്നത് കൊണ്ടും അത് മനസ്സിലാക്കുന്നതുകൊണ്ടും അവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ സ്ട്രാറ്റജീസ് ടാക്ടിക്സുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് സക്സസ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പിറേഷനും ഇൻസൈറ്റും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിലും പ്രൊഡക്റ്റിലും മാർക്കറ്റ് കോമ്പറ്റീറ്റർ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ അവർക്ക് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽ ഫ്രീലാൻസേഴ്സിനാണെങ്കിൽ അവരുടെ ഇപ്പോൾ ഉള്ള നോളജ് ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യുന്നതിനും പുതിയതായിട്ട് വന്ന ഫീച്ചേഴ്സ് ട്രെൻഡ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് മനസ്സിലാക്കി എടുത്തിട്ട് നല്ല രീതിയിൽ ഫേസ്ബുക്ക് ആഡ് ക്യാമ്പയിനുകൾ മെറ്റ ക്യാമ്പയിനുകൾ റൺ ചെയ്യാനും സാധിക്കുന്നതാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് ഫുള്ളായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആഡ് ക്യാമ്പയിനുകളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂ ക്ലിയർ ചെയ്തിട്ട് ജോബിലേക്ക് കിടക്കാവുന്നതുമാണ്. കീ ഔട്ട്കംസ് യു ക്യാൻ അച്ചീവ് വിത്ത് മെറ്റ ആഡ്സ്. നമ്മൾ ആദ്യം തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നമുക്ക് മെറ്റ ആഡ് ചെയ്യുന്നതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിനെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. മെറ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നമുക്ക് തരുന്ന ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് 6 ടൈപ്പിലാണ് ഉള്ളത്. അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, അതുപോലെ തന്നെ സെയിൽസ് ആണ്. ഇനി നമുക്ക് ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കേണ്ടത് അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് അവയർനെസ് ക്യാമ്പയിൻ ആണ്. എന്തിനാണ് അവയർനെസ് ക്യാമ്പയിൻ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റ് ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു ഓഫർ ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് എപ്പോഴും ടോപ്പ് ഓഫ് ദ മൈൻഡ് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവയർനെസ് ക്യാമ്പയിനിലേക്കാണ് അല്ലെങ്കിൽ അവയർനെസ് ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കൊരു ബേസിക്കലി ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഫോണിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുതിയൊരു മോഡൽ റിലീസ് ചെയ്യാണ് അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എല്ലാം എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർ അവയർനെസ് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നത്. അവർക്ക് സെയിൽസോ അല്ലെങ്കിൽ ലീഡ്സോ ഒന്നും വേണ്ട. അവർ ഒരേ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഞങ്ങൾ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്, എല്ലാവരിലേക്ക് അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടും ചെയ്യാൻ പോകുന്ന ക്യാമ്പയിൻ എന്ന് പറയുന്നത് അവയർനെസ് ക്യാമ്പയിൻ ആയിരിക്കും. ഇനി നിങ്ങളെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് എല്ലാ ആൾക്കാരിലേക്കും ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് അവയർനെസ് ക്യാമ്പയിൻ ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കുറേ അധികം ഓഫേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും മൺസൂൺ ഓഫർ, സമ്മർ ഓഫർ, അങ്ങനെ കുറേ അധികം ഓഫേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് അവയർനെസ് ക്യാമ്പയിൻ ആണ്. ഇനി നിങ്ങൾ നോക്കാം, ഇപ്പൊ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താണ്? കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പൊ നമ്മൾ ആ ടോപ്പ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ വരേണ്ട ബ്രാൻഡ്. ഇപ്പൊ എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആൾക്കാർ വിചാരിക്കും എന്റെ ബ്രാൻഡ് അവരുടെ മൈൻഡിൽ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? അവയർനെസ് ക്യാമ്പയിൻ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി രണ്ടാമത്തെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രാഫിക് ആണ്. ട്രാഫിക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ട്രാഫിക് വേണ്ടതാണ്. ഇപ്പൊ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിന് റെഗുലർ ആയിട്ട് കുറച്ച് ഇന്ററാക്ഷനും കാര്യങ്ങളുണ്ട്. ഇല്ല, നമ്മൾ പുതിയതായിട്ട് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ആൾക്കാരെ നമ്മൾ എത്തിക്കണം എന്നുണ്ട്, അതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ റൺ ചെയ്യേണ്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് ട്രാഫിക് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ന്യൂസിന്റെ വെബ്സൈറ്റുകൾ, അവർക്കൊക്കെ കുറച്ച് ഇപ്പോൾ ഡിപ്പ് വരികയാണ്. ഇപ്പൊ നമ്മളുടെ ഓരോരോ എന്താ പറയുന്ന വിസിറ്റേഴ്സിന്റെ എണ്ണം ഒക്കെ കുറയുന്ന സമയത്ത് അവർ ബേസിക്കലി ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ട്രാഫിക് ക്യാമ്പയിൻ ആണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്ത നല്ലൊരു വെബ്സൈറ്റും കാര്യങ്ങളുണ്ട്, ആ വെബ്സൈറ്റിലേക്ക് കുറച്ച് ട്രാഫിക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ട്രാഫിക് ക്യാമ്പയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ അവർ എന്താക്കാണ്, നമ്മൾ ഈ പറയുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഇന്ററാക്ട് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ട്രാഫിക് നമ്മൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്ര ആൾക്കാരെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇനി ഇ കോമേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ വേറൊരു ഒബ്ജക്റ്റീവ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. മൂന്നാമതായി നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്.
അപ്പോൾ എന്തിനാണ് നമ്മൾ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുന്നത്? ഇപ്പം കുറേയധികം കമ്പനികൾ അവരുടെ പ്രൊഫൈലിൽ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാമ്പയിൻ മെത്തേഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരു സോങ് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ മൂവിന്റെ ട്രെയിലർ റിലീസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ വ്യൂസ് അധികമായിട്ട് കിട്ടും. അപ്പോൾ ഒരു മൂവി ട്രെയിലർ വരികയാണ്, അപ്പോൾ അതിന് കുറേ അധികം വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഹൈപ്പ് ക്രിയേറ്റഡ് ആവുകയും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യുന്ന സമയത്ത് ഇത്ര ആൾക്കാർ കണ്ടു അപ്പോൾ ഇത് കൊള്ളാം എന്നുള്ളൊരു ഫീൽ വരികയും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു സോങ് റിലീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഈ പറയുന്ന എൻഗേജ്മെന്റ് ക്യാമ്പയിൻ നമ്മൾ റൺ ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മളുടെ ഈ പറയുന്ന സോങ് കുറേ അധികം ആൾക്കാർ കാണുകയും അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വന്ന് കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ എന്താണ് സോങ്ങിന് കുറേ അധികം വ്യൂസ് വന്നിട്ടുണ്ട്, നല്ല സോങ് ആണെന്നുള്ളൊരു ഹൈപ്പ് ഒക്കെ വരും. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഒരു യൂസ് കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡ് അഫിനിറ്റി ആണ്. അതായത് ഓരോ കമ്പനിക്കും അവരുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ അവരുടെ ബ്രാൻഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന എൻഗേജ്മെന്റ് ക്യാമ്പയിനെ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീഡ്സ് ആണ്. എന്തിനാണ് നമ്മൾ ലീഡ്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്? നമുക്ക് ഫോമിൽ കൂടെ ലീഡ് ജനറേറ്റ് ചെയ്യാൻ, അത് ഇല്ല എന്നുണ്ടെങ്കിൽ കോൾസ് ആയിട്ട് ലീഡ് വരാൻ, മെസ്സേജിൽ കൂടെ ലീഡ് വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലീഡ്സ് ക്യാമ്പയിൻ ആണ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഫേസ്ബുക്കിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഇല്ല അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ് ഇല്ല എന്ന് ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ അവരൊരു ഫോം നിങ്ങൾക്ക് തരും. ആ ഫോം നിങ്ങളുടെ കസ്റ്റമർ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആർക്കാണോ ഇൻട്രസ്റ്റഡ് അല്ല അവർക്കത് ഫിൽ ഔട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു എക്സൽ ഷീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ലീഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് വേണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ട്രാഫിക് ക്യാമ്പയിൻ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെബ്സൈറ്റ് വേണം, ഇല്ലെങ്കിൽ സെയിൽസ് ഇ കോമേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെബ്സൈറ്റ് വേണം. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളിപ്പോൾ ഒരു ഗ്യാരേജ് ആണ് അങ്ങനെയൊക്കെയാണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് ഒരു ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും, വെബ്സൈറ്റ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആഡ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലീഡ്സ് ക്യാമ്പയിൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആപ്പ് പ്രൊമോഷൻ ആണ്. എന്താണ് നമ്മൾ ആപ്പ് പ്രൊമോഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത്? രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, നമ്മുടെ ആപ്പിന്റെ ഇൻസ്റ്റലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. രണ്ടാമത് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്ന കുറേ അധികം യൂസേഴ്സ് ഇന്നാക്റ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് റീ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആപ്പ് പ്രൊമോഷൻ ക്യാമ്പയിൻ ബേസിക്കലി ഉപയോഗിക്കുന്നത്. നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഒന്ന്, ആമസോൺ എന്ന് പറയുന്ന ഇ കോമേഴ്സ് ആണ്. അവരുടെ ആപ്പ് ഇൻസ്റ്റാളേഷന്റെ ഓരോ ദിവസം പുതിയ പുതിയ യൂസേഴ്സിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആപ്പ് പ്രൊമോഷൻ ക്യാമ്പയിൻ ഉപയോഗിക്കാം. രണ്ടാമത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ബേസിക്കലി ഏതാണ് റയർലി ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുക റാപ്പിഡോ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലത്തെ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ അതിനകത്ത് ഒരു ഇന്നാക്റ്റീവ് യൂസർ ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാൾ ഒക്കെ ചെയ്തിട്ടുണ്ട്, 2-3 ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ എന്താണ് അതിനുശേഷം കുറെ കാലം നമ്മൾ ഇന്നാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്നെ കൊണ്ട് പുതിയ ഓർഡർ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് റീ എൻഗേജ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പയിൻ ആണ് ആപ്പ് പ്രൊമോഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. എന്തിനാണ് നമ്മൾ സെയിൽസ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്? ബേസിക്കലി വെബ്സൈറ്റ് ബേസ്ഡ് ആക്ഷൻസ് കൂടെയും അതുപോലെ തന്നെ കൺവേർഷൻസ് കൂടെയും നമുക്ക് സെയിൽസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്യാമ്പയിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗ് ആഡ്സ് കാണിച്ചുകൊണ്ടും റീടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെയിൽസ് ക്യാമ്പയിനാണ് റൺ ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇ കോമേഴ്സ് സൈറ്റുകളാണ്. ഇപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, ഇ കോമേഴ്സ് സൈറ്റ് ഉണ്ട്, നമ്മൾ ആ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയ കൂടെ അഡ്വർടൈസ്മെന്റ് ചെയ്യാണ്, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ ആൾക്കാർ കാണുന്നു, അത് ക്ലിക്ക് ചെയ്യുന്നു, നമ്മുടെ ഇ കോമേഴ്സ് സൈറ്റിലേക്ക് വരുന്നു, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൺ ചെയ്യേണ്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് സെയിൽസ് ക്യാമ്പയിൻ ആണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ നോക്കുക, വേറൊരു സിനാരിയോ, കോമൺ ആയിട്ട് വരുന്ന സിനാരിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ നമ്മുടെ ഇ കോമേഴ്സ് സൈറ്റിലേക്ക് വരുന്നു, കുറച്ചധികം ആൾക്കാർ എന്താക്കുന്നു, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു പോകുന്നു, കുറച്ച് പേര് പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു, എന്തോ ഒരു കാരണം കൊണ്ട് അവർ ലീവ് ചെയ്തു പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്യാം, അതിനെ നമ്മൾ റീടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. റീടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനും നമ്മൾ ഈ സെയിൽസ് ക്യാമ്പയിനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ അധികം കസ്റ്റമേഴ്സ് നമ്മുടെ ഇ കോമേഴ്സ് സൈറ്റിലേക്ക് വരുന്നുണ്ട്, അവരെവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് അറിയില്ല. ബട്ട് അവർ ഈ പറയുന്ന പ്രോഡക്റ്റ് എല്ലാം കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അവർ ലീവ് ചെയ്തു പോവുകയാണ്, അവർ പർച്ചേസ് ഒന്നും നടത്തുന്നില്ല. അപ്പൊ അവർ ഏത് സോഴ്സിൽ നിന്നും നമുക്ക് അറിയത്തില്ല. ബട്ട് അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് അവരെ വീണ്ടും നമ്മളുടെ സൈറ്റിലേക്ക് കൊണ്ടുവരാനും അവരെ പർച്ചേസ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ക്യാമ്പയിൻ എന്ന് പറയുന്നത് സെയിൽസ് ക്യാമ്പയിൻ ആണ്. അതിനകത്ത് നമ്മൾ അവരെ റീടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും വീണ്ടും അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി അവരെ വീണ്ടും നമ്മുടെ ഇ കോമേഴ്സ് സൈറ്റിലേക്ക് എത്തിക്കുക, അവര് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ സെയിൽസ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം.
എന്തൊക്കെയാണ് നമുക്ക് മെറ്റ ആഡ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവുകൾ നമ്മൾ ഓരോ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവുകൾ എടുത്തു, അത് വിശദമായിട്ട് ചെക്ക് ചെയ്തു, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്, അതിൽ കൂടെ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ എക്സാമ്പിൾ സഹിതം എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ്.